ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കും അതുപോലെ ഒരു ക്യാരക്ടർ റോൾ ഇതുപോലെ നിങ്ങൾ തരുന്നില്ല. ആക്ച്വലി ഇതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിന്റെയോ അമ്മയാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഞാൻ ഞങ്ങളുടെ നാട്ടില് അഭിനയിക്കാൻ തുടങ്ങിയ അപ്പോൾ തൊട്ട് നാച്ചുറലി ഐ തിങ്ക് എനിക്ക് അങ്ങനെയാത്ത റോൾസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് അമ്മയും ഞാൻ അഭിനയിച്ചു എന്നാണ് തോന്നുന്നത്. റൈറ്റ് ഫ്രം ഞണ്ടുകൾ, കുട്ടനാടൻ അപ്പപ്പ, വിജയ് സൂപ്പർ പൗർണമിയും അരവിന്ദന്റെ അതിഥികൾ. സോ ബേസിക്കലി എല്ലാ ടൈപ്പ് അമ്മ, അതായത് പല പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇമോഷൻസ് ഒക്കെ ഉള്ള അമ്മ. അപ്പൊ ഇനി എന്റെ റിക്വസ്റ്റ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് വാസ്, ആണുങ്ങൾക്കെല്ലാം ക്യാരക്ടർ റോൾസ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കും അതുപോലെ ഒരു ക്യാരക്ടർ റോൾ ഇതുപോലെ നിങ്ങൾ തരുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് ആസ്ട്രോനോട്ട് വരെ പെണ്ണുങ്ങളാണ്, പൈലറ്റ്സ് പെണ്ണുങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും പെണ്ണുങ്ങളുണ്ട്. സോ ഒരു പടത്തിൽ ജഗദീഷ് വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വന്ന ആർട്ടിസ്റ്റ്സ് ആണ്. അവർക്ക് എല്ലാവർക്കും they are giving them all types of characters. പക്ഷെ ഞങ്ങളെ പോലെ ആൾക്കാർക്ക് നോ ക്യാരക്ടേഴ്സ്. അപ്പോ വീട്ടിൽ ഇരിക്കാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. സോ ദാറ്റ് ഈസ് വൺ വിഷമമാണ്. ബട്ട് ഐ ഹാവ് ടോൾഡ് ദം, ഐ ഹോപ്പ് അവർക്ക് പുതിയതായിട്ട്, ബിക്കോസ് അവരുടെ മെയിൻ കാരണം അവർ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ദി സിറ്റുവേഷൻ ഹിയർ. കൺവിൻസിംഗ് ആയിട്ട് നമ്മൾ ഏത് റോൾ ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതേപോലെ ഞാൻ ചെയ്ത ഏതെങ്കിലും റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സ്നേഹം എന്നും എനിക്ക് ഉണ്ടാവണം. ലെറ്റ്സ് ഹോപ്പ് ഐ ഗെറ്റ് ഗുഡ് റോൾസ്. വള ഇസ് വൺ വെരി സ്വീറ്റ് റോൾ, അത്ര എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് another thing is വിജയരാഘവന്റെ കൂടെ ഫസ്റ്റ് ടൈം ആണ് കപ്പിളായിട്ട് അഭിനയിക്കുന്നത്. സോ ഐ തിങ്ക് വി ഹാവ് എ ഗുഡ് പെയർ. മാം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പോൾ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആയിട്ടാണല്ലോ ഇപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. there is no much difference പറയാം. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അത് ആസ് ആക്ടേഴ്സ് ഹു ഹാവ് ബീൻ ഇൻ ദി 80s, ആ സമയം തൊട്ട് വന്ന് മൂന്ന് ഡെക്കേഡ്സ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തൊട്ട് ഫസ്റ്റില് അഭിനയിച്ചത് മമ്മൂക്ക, മോഹൻലാൽ പോലത്തെ ആർട്ടിസ്റ്റ്സ് അവരുടെ ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു. സോ അന്ന് തൊട്ട് ഐ ഹാവ് ബീൻ വിത്ത് ദാറ്റ്. സോ ദാറ്റ് ഈസ് വൺ എക്സ്പീരിയൻസ്. പിന്നെ 90s വന്നപ്പോഴേക്കും ഇവരെല്ലാം സ്റ്റാറായി. ലാലേട്ടൻ്റെ കൂടെ വിഷ്ണുലോകം, മമ്മൂക്കയുടെ കൂടെ ഇത് നയം വ്യക്തമാക്കുന്നു. സോ സുരേഷ് ഗോപി, ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദം. സോ ഇവരുടെ സ്റ്റാർഡം ഞാൻ കണ്ടു. പിന്നെ ഇപ്പോൾ 2017-18 ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂജൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട നിവിൻ പോളിയും ടോവിനും ഫഹദും ഒക്കെ ആയിട്ടാണ്, അഫ്കോഴ്സ് ചാക്കോച്ചനായിട്ടൊക്കെയാണ് ഞാൻ അഭിനയിച്ചത്. സോ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർക്ക് ആദ്യം ഞാൻ സെറ്റിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് അവരുടെ മൈൻഡിൽ പോയിക്കൊണ്ടിരുന്ന സംഭവം അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പേടിയായിരുന്നു ഞങ്ങൾക്ക്. എന്ന് വെച്ചാൽ പേടി ഇൻ ദ സെൻസ് ഒരു റെസ്പെക്ട്ഫുൾ പേടി. അതായത് എന്തായിരിക്കും, ഇപ്പൊ ഞങ്ങളൊക്കെ പണ്ട് മമ്മൂക്കനെ കാണുമ്പോൾ ഉണ്ടാവില്ലേ, even now if I meet Mammootka, എനിക്കിപ്പോഴും ആ ഒരു that respect and something like you can't just go and talk to him. So അങ്ങനെ ഒരു ഫീലാണ്. even though he's very approachable and very sweet. പക്ഷെ നമ്മള് ഇന്നത്തെ പിള്ളേരെ അവര് നമ്മുടെ അടുത്ത് വന്ന് ആദ്യം അവർക്ക് ഭയങ്കര ഒരു മടിയാണ്. എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, ഇവരുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾക്ക് സംസാരിക്കുന്നത്, whether they will feel bad, അങ്ങനെയൊക്കെ. ബട്ട് once they know നമ്മൾ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടാണ്. എസ്പെഷ്യലി ലുക്മാൻ, ഈ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലുക്മാന്റെ കൂടെ എനിക്ക് കുറച്ച് സീൻസ് കൊടുത്ത്. ഈ സച്ച് എ സ്വീറ്റ് ബോയ്, സീരിയസ്ലി ആ ചിരി കാണുമ്പോൾ മനസ്സിലായി, ആർക്കാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലേ? ഇവൻ നേരിട്ട് വന്ന് മാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് സീനാണ്, ഇത് സീൻ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് സോ നൈസ് ടു ഹിയർ ദ ഫീഡ്ബാക്ക് ഇവൻ ഫ്രം ദം. കാരണം അവർ നമ്മുടെ അടുത്ത് ചോദിക്കും എങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങോട്ട്. സോ ദ ഇന്ററാക്ഷൻ വാസ് റിയലി ഗുഡ്. അതാണ് ഇന്നത്തെ ജനറേഷൻ, ദേ ആർ സോ ബ്രില്യൻറ്റ്. അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങളെയും കൂടി ഹെൽപ്പ് ചെയ്യാണ്. സോ ഞങ്ങളുടെ ഇന്ററാക്ഷൻ ഇസ് റിയലി ഗുഡ് ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്.